ഞാൻ പാത്രം കഴിയാൻ ജീവിച്ചാൽ മതിയായിരുന്നു. പാത്രം മാത്രമല്ലല്ലോ നീ കൈ കൊടുക്കുന്ന മറ്റേ. അപ്പൊ എന്തിനാ ആക്കി വെച്ചാലാ നീ ബാബു? അളിയ ബാബു, ഞാൻ ഒരു സത്യം പറയട്ടാ, നിന്റെ സൗണ്ട് കേൾക്കുമ്പോ എനിക്ക് പ്രഷർ കയറുവാ. മോനെ നിന്റെ തല എത്തുന്ന സ്ഥലം അത്ര നല്ലതല്ല, നീ എനിക്ക് ഒരു ടൈം വരും ഞാൻ എല്ലാരും എടുത്തിട്ട് പണ്ണും. സാറൊക്കെ ഞാൻ എന്റെ പാസ്റ്റ് ഒന്ന് ആലോചിക്കുന്നു. ഞാൻ പാത്രം കഴിയാൻ ജീവിച്ചാൽ മതിയായിരുന്നു. പാത്രം മാത്രമല്ലല്ലോ നീ കൈ കൊടുക്കുന്ന മറ്റേ. നീ ആ പിസാട്ടിലല്ലേ ജോലി ചെയ്തിരുന്ന മറ്റേ ഇംഗ്ലീഷുകാരന്റെ കൂടെ. കുറച്ചാള് മുന്നേ ആണെങ്കിൽ ഇംഗ്ലീഷ് മാത്രം കേട്ടാ മതി, ഇപ്പൊ മലയാളത്തിൽ കേൾക്കണത്. അതും കണ്ട ബംഗാളികളെ വൈദ്യുതി കേൾക്കണം പറഞ്ഞാലേ മുമ്പോ. ഇപ്പൊ പറയാൻ കിട്ടുന്ന ചാൻസ് മലന്റെ വെള്ളം വരുമോ? ഇതൊക്കെ കണ്ട, ഇതൊക്കെ നോക്കിയെടുത്ത ഫോൺ വിളിച്ച നമ്മളൊക്കെ ചത്തറന്ന നോക്കത്തൂല്ല. ഞാൻ വിളിക്കും. എന്തിനാണെന്നറിയാവോ? നിനക്കിട്ട് കിട്ടാൻ വേണ്ടി. അതാണ് നല്ലോണം ഇഷ്ടപ്പെടുന്നുണ്ടല്ലേ, നല്ലോണം ഇഷ്ടപ്പെടുന്നുണ്ടല്ലേ. ആ അല്ല അല്ല ഇയാളാ റെക്കോർഡിങ് ഓഫ് ചെയ്തേ. റെക്കോർഡിങ് ഓഫ് ചെയ്തേ. ഞാൻ എന്റെ മുഖം കണ്ട ഞാൻ കോപ്പി. അതെ സത്യം. തീയിട്ട ഇപ്പോഴുള്ള കാര്യങ്ങളൊക്കെ മറങ്ങൂല അളിയാ. തീയിട്ട തീ കത്തിച്ചുവിട്ടാലാ? ഇപ്പൊ ഇപ്പോഴത്തെ ഉള്ളതൊക്കെ മറക്കൂലേ. അവന് എന്നെ മറന്നിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? കുറച്ച് മനസ്സിലായില്ല, അരമണിക്കൂറത്തെ മുമ്പത്തെ കാര്യമൊക്കെ മറക്കത്തുള്ളൂ, അതിൽ കൂടുതൽ മറക്കൂല. എന്റെ മുഖം എന്ന് പറഞ്ഞപ്പോ 5 വർഷം മുമ്പ് കണ്ട മുഖമല്ലടാ, അത് മറക്കാൻ പറ്റുമോ? അത് ഇനി അഥവാ മറന്നാൽ തന്നെ നിന്റെ ടവൽ എടുത്തോണ്ടിരുമ്പോ മണം അടിച്ച് ഉറവ് വരും. അല്ല ഞാൻ കഴിവത് എന്നെ വെറുതെ കളിയാക്കല്. ഇതെന്താ മരിച്ചിട്ട് പോലും പറഞ്ഞില്ല ഞാനത്. മിന്നി ചന്ദ്രൻ പെട്ടെന്ന് വന്നു. അല്ല ചന്ദ്രന്റെ ഫോൺ നമ്പർ എത്ര അളിയാ? 471. ചന്ദ്രൻ നമ്പർ എന്റെ ഉണ്ടായിരുന്ന. അളിയാ ഹലോ അളിയോടെ വിഷയ കോമഡി. ചന്ദ്രന്റെ അല്ല ബാബുനെ എല്ലാരും കൂടെ തലക്കും വില കഴുത്ത് ആക്കുന്നത്. അവൻ ചത്ത് വീഴാൻ ചെയ്ത്. ബാബുനെയാ? ഓ നീ മറ്റേ ഇവിടെ ഇത് എവിടെ? അളിയ ഇതൊക്കെ നീ കാണാ. വിട്ട ശരി. ഡോക്ടറിനെ BP ഒക്കെ ചെക്ക് ചെയ്യാനാണ്. മിക്കവാറും ആരാണ്? വാറ്റിന്റെ എണ്ണ. എന്തിനാണ് വിരലൊക്കെ നീട്ടി കാണിക്കുന്നത്? അളിയ കൈ കാണിച്ചതാ അളിയാ. നീട്ടാൻ വേണ്ടി ഒരു അതിലേ ഉള്ളല്ലേടാ. പിന്നെ ഡോക്ടറെ പുള്ളിക്കാരനെ മൂത്രം വയ്ക്കാൻ വേണ്ടി കുറച്ച് ഒരു ഭൂതക്കണ്ണടി കൊടുക്കണേ. ഇത് കിട്ടണവരെ പാടായിരിക്കും. എന്താ സാറേ? ഡോക്ടർ ഈ ശരീരത്തിന്റെ ചില ഭാഗങ്ങളിൽ മാത്രം വിരലല്ല ഇതേപോലെ നിൽക്കുന്നില്ല. അതാണ് സാറേ ചെറിയൊരു സെഡേഷൻ തരുന്നുണ്ട് സാറിന്. എനിക്ക് താല്പര്യമില്ല. കിടന്നെടുത്ത് സാറേ കുറച്ചു നേരം ഇതിന്റെ എഫക്ട് പുള്ളിക്കാരൻ പൈസ തരത്തില്ല. അല്ല സാറേ
ഒരു മിനിറ്റ് സാറേ, കുറച്ച് നേരം ഇതിന്റെ ഒരു എഫക്ട് ഉണ്ടാവും സാറിന്. അത് കഴിയുമ്പോ ഹെൽത്ത് എല്ലാം ഓക്കെ ആയിരിക്കും, പെർഫെക്റ്റ് ആയിരിക്കും, ബോഡി പെയിൻസ് ഒന്നും ഉണ്ടാവില്ല. ഓക്കെ എല്ലാ ചലനം ശരിയാവും. ശരിയോ എണീക്കുമ്പോഴും ഹെൽത്ത് റെഡി ആവാറുണ്ട്. സാർ ഓക്കെ അല്ലേ? പെർഫെക്റ്റ് അല്ലേ? തലകറക്കൊന്നുമില്ലല്ലോ? കൊടുത്തത് സാറേ ചെറിയൊരു കിക്ക് ഉണ്ടാവും സാറിന്. ഞാൻ ഒരു മരുന്ന് തരാം, ടാബ്ലറ്റ് തരും അവര്. ഞാൻ കിക്കില്ല. അതൊക്കെ സാറെന്തര് അല്ല ഇപ്പൊ എന്തിനാണ് ഇത് ചെയ്തത്? സാറിന്റെ ബോഡിയിൽ മൊത്തത്തിലൊരു കൊണ്ടോന്ന് ചെക്ക് ചെയ്തതാ. എന്തര് ചെക്ക് ചെയ്തിട്ടും കാര്യമില്ല, ബ്രെയിൻ കാണൂല. സാറ് എന്റെ എല്ലാം എടുത്തോണ്ട് പോയാ? ഒന്നുമില്ല. ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അതിന്റെ അകത്ത് കള്ളക്കാരിയൊക്കെ ഇതെന്താ പതുങ്ങിയിരിക്കുന്ന? എവിടെ എന്തിനു പറ്റി? വല്ല കളഞ്ഞു പോയാ? വെട്ടിക്കൊണ്ട് പോയാ? ഇല്ലല്ല, സുന്നത്തല്ല നടത്തിയത്. അല്ലല്ലേ. ഇഞ്ചക്ഷൻ തന്നാണ്, ഇഞ്ചക്ഷൻ തന്നാണ്. അല്ലെ വെട്ടിക്കൊണ്ട് പോയിട്ടുണ്ടോ തോന്നണ്ട. ചെറിയൊരു കത്തിരി കയ്യിരിക്കുന്നുണ്ടോ? എടാ മാറ്റേ നമ്മൾ നിർത്തി. നിനക്ക് ചന്ദ്രന്റെ ടീമിൽ ചേരണോ? ഇല്ല അതെ വേണ്ട, സോറി. നമ്മളെ കൂടെ ഓക്കെ. ഓക്കെ ഞാൻ ബാബു, നീ അങ്ങനെ കിടന്നപ്പോ ഞാൻ അവനെ വിളിച്ച് വരുത്താൻ നോക്കി, പക്ഷെ നടന്നില്ല. അവൻ TDF കളിച്ചോണ്ടിരിക്കും. വാറ്റും ബാബു ഒരു സെക്കൻഡ്. നിന്നെ വെട്ടി കണ്ടന്റ് ആക്കിയ നിന്റെ അവിടെ നിൽക്കുന്ന പച്ച ഡ്രസ് ഇട്ട് അവിടെ ഇല്ലേ, അവക്കിട്ടൊരു പണി കൊടുക്കണ്ടേ? പിന്നെ അതും വെറുമല്ല, പട്ടിയുടെ പേരിട്ട ജൂലി. നീ വാ, നമുക്ക് നിന്റെ ഇന്ന് തന്നെ കണക്ക് ഇട്ടത് കണ്ട പൂണ്ടിരാജ. അവിടെ വന്നിട്ട് നമ്മള് ജൂലിയുടെ കാര്യം സംസാരിക്കണം. ജൂലിക്ക് ഫുഡ് കൊടുത്തായിരുന്നല്ല, അത് പട്ടിയാണെന്ന് പറയണം കേട്ടാ. കേട്ടായിരുന്നല്ലോ. കേട്ടില്ലോ എന്തിനു സാറേ? സാറേ രണ്ട് ദിവസത്തിന് ടാബ്ലറ്റ് തരാവേ, അതൊന്ന് കഴിക്കണം. എനിക്ക് എന്താ പ്രശ്നം? എന്താ എനിക്ക് സാറേ ഒരു പ്രശ്നം, ചെറിയൊരു BP കുറച്ച് കൂടുതലുണ്ടായിരുന്നു. ഓ അങ്ങനെ, അത് നമ്മൾ ഇത്രയും പേര് വട്ടത്തിരുന്ന് കൊടുത്തായിരുന്നു. അതിന്റെ പെട്ടതെല്ലാം കൂടെ നമ്മളിപ്പോ ടേംസിലെത്തി ഡോക്ടറെ. നീ തരീട്ടാണോ? അപ്പൊ എന്തിനാ ആക്കി വെച്ചാലടാ നീ ബാബു? സാറിന് എത്ര തന്നു പോയി? സാറേ അത് ഇപ്പം പോയി, എല്ലാം മാറി ഇപ്പൊ എല്ലാം മാറി സാറേ. ടാബ്ലറ്റ് എന്താ നീ അവിടെ പറഞ്ഞു വെച്ചത്? ഞാൻ സംസാരിച്ചാൽ മനസ്സിലാവും കേട്ടാ. അണ്ണൻ വാറ്റിന്റെ ചെയ്യണം കേട്ടോ. ജൂലി ഫുഡൊക്കെ കഴിച്ചായിരുന്നു അവിടാന്ന് ചോദിക്കണം കേട്ടാ. ജൂലിയെ പറ്റി നിങ്ങൾ അങ്ങോട്ട് സംസാരിച്ചാൽ മതി. നിന്നെ ടാർഗറ്റ് ചെയ്യുന്നേട്ടാ ജൂലി കുറെ നേരമായിട്ട് വാറ്റേ. അവള് റെക്കോർഡ് ചെയ്തോണ്ടിരിക്കുക. എടാ മറ്റേ മറന്നിട്ടില്ലടാ അത്. കൊടുത്തില്ലേടാ ജൂലിക്ക് ഫുഡ് കൊടുത്തില്ലായിരുന്ന? അയ്യോ അല്ല, ജൂലി കേസല്ല, അവന്റെ വീട്ടിലെ പട്ടിയുണ്ട് ജൂലി. പട്ടിക്ക് എല്ലാവർക്കും ജൂലി എന്ന പേരാണ് ഇടുന്നേ. അല്ല ഇപ്പൊ 2-3 തവണയായിട്ട് ഞാൻ കാണുന്നില്ല. അങ്ങനെയാ നമ്മുടെ വീട്ടിലെ പട്ടിയായിരിക്കും. ഇല്ല, നമ്മുടെ സിറ്റിയിലും ഉണ്ട്, അടുത്തുണ്ട്. ജൂലിയില്ല അങ്ങനെ ഒരു പേര്. ഇല്ല, പട്ടിക്കൊണ്ട് ഉറപ്പായിട്ടുണ്ട്. എനിക്കൊന്ന് തെളിയിക്കാൻ പറ്റും. അതാ നിങ്ങളുടെ വീട്ടിലെ പട്ടിയായിരിക്കും, വേറെ പട്ടി. ഇതേപോലെ തന്നെ കറക്റ്റ്. അയ്യോ ഇത് കൊറേട്ട് അംഗീകരിച്ചു ചേട്ടാ. വീണ്ടും കുറച്ചടിക്കുന്നത്. ഇന്ന് കരഞ്ഞാണിച്ചേ. ദേഷ്യം വരും, ആരായാലും ദേഷ്യം വരും. പഴവും ചോറുവാണ് പട്ടിക്ക് കൊടുക്കാളോ? പക്ഷെ അനുസരണുണ്ട്. അല്ലല്ല കൊടുത്തു അല്ല, ചോറ് കൊടുത്ത് മിണ്ടാതെ തിന്നുന്നുണ്ടല്ലേ? മതി ജൂലിയെ കൊണ്ട് വെറുതെ കടിപ്പിക്കില്ല. അല്ലല്ല, ജൂലിയെ പറ്റിയല്ല, പട്ടിയെ പറ്റി. പട്ടിയുടെ പേരാണ് സാറേ. എടാ ബാബു, നീ കാരണം സാർ എന്നെ പ്രാന്തനായിട്ടാ കാണുന്നത്. പ്രാന്തൻ ഗുളിയൊക്കെ തന്നേക്കുന്നു. ഇത് ഒന്നുമില്ല സാറേ, ഇത് ഉറങ്ങണതിനെ കുറിച്ച് മുന്നേ കഴിച്ചാൽ മതി. സാറേ എനിക്ക് ഐസ് പാക്ക്
വേദന തോന്നുന്നെങ്കിൽ ഒരു ഐസ് പാക്ക് വെച്ചോ. കാണാൻ വേണ്ടി അവിടെ ഒന്നും ഇല്ലല്ലോ സാറേ, എന്നിട്ടല്ലേ തോന്നുന്നു. വേദനയാ മാറ്റം. ആ ജൂലിസേ വേദന തോന്നാൻ സാറേ പെയിൻ തോന്നുന്ന വെച്ചാൽ ഈ ഗുളിക ഈ ഭക്ഷണത്തിന് ശേഷം രാത്രി കിടക്കാൻ നേരത്ത് കഴിച്ചാൽ മതി. നന്ദി സാറേ, നന്ദി സാറേ. സാറ് വെക്കോ നന്ദി. എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ ആ ഞാൻ പറയാം സാറേ. ഇതൊക്കെ ഏത് യൂണിവേഴ്സ്? വെക്കാനതൊക്കെ വൈരി. അതെനിക്ക് ബേൺ ക്രീമും ഐസ് പാക്കും തന്നിട്ടുണ്ട്. ഇത് എന്നൊക്കെ അടുത്ത് എന്ത് ചെയ്തത്? ഇപ്പൊ കാര്യം മനസ്സിലാടാ. സ്ലോട്ട് കാര്യം ടിവിയിലെ ആണുങ്ങളെ മാത്രല്ലേ എടുക്കുന്നില്ല. 10 മണിക്കില്ലേ ഇപ്പൊ പോണം. കഴിവില്ല അല്ല ആണെന്ന് കാണിക്കാനുള്ള ഐഡന്റിറ്റി ഇല്ല. അതാണ് പിതൽജിനെ കുഴിച്ചിട്ടത്. നമ്മൾ ഇങ്ങനെ വെറുതെ നിന്ന് സംസാരിച്ചു. നമുക്ക് ഒരു കാര്യം ചെയ്യാം. ബാബ ഇലക്ഷൻ നിൽക്കുമല്ലേ, നമുക്ക് അവന്റെ ഇലക്ഷൻ പ്രമാശനം ഇറങ്ങിയാലോ? ആവശ്യം വരും. അവന്റെ കൂടെ പ്രൊമോഷൻ ഇറങ്ങാൻ ഞാൻ പോയി. പോയോ? ആര് ബാബ അവന്റെ കൂടെ പ്രൊമോഷന് ഉം. അവന്റെ കൂടെ പ്രൊമോഷൻ ഇറങ്ങാനായിട്ട് ഞാൻ പോയി. ആ പക്ഷെ പോയ വഴി അവനെ കണ്ടില്ല. അവൻ വേറൊരു വഴി പോയി, മനസ്സിലായില്ല, അവനെ കണ്ടില്ല. അതാണ് പിന്നെ ഒന്ന് ബോബിന്റെ നമ്പർ ഉണ്ടോ അതിന്റെ? എനിക്കൊരു സമയം വരും, എനിക്കൊരു സമയം വരും. ഞാനാണെങ്കിൽ ഇപ്പൊ ആർപ്പി കയറിയുള്ളൂ. എനിക്ക് അതിന്റെ ആ ഒരു നേക്ക് വന്നോണ്ടിരിക്കുന്നുള്ളൂ. എനിക്കൊരു ടൈം വരും, ഞാൻ എല്ലാരും എടുത്തിട്ട് പണ്ണും. ഇത് ഞാൻ കംബാക്ക് റീലായിട്ട് ഞാൻ കട്ട് ചെയ്തിടും. ഓരോരുത്തർ പറഞ്ഞതൊക്കെ ഞാൻ ഇരുന്ന് ആദ്യം ഇങ്ങനെ മറ്റല്ല ഇമോഷണൽ സോങ് ഇട്ട് ഇവന്മാർ പറയുന്നതൊക്കെ ഞാൻ ആദ്യം ഇങ്ങനെ ആക്കിയിട്ട് എൻ്റെ എഡിറ്റർ പയ്യനെ ഞാൻ പൈസ കൊടുത്ത് ചെയ്യിപ്പിക്കും. എന്നിട്ട് ലാസ്റ്റ് ഞാൻ കംബാക്ക് അടിക്കുന്ന ഡയലോഗൊക്കെ ഇട്ട് ഞാൻ അവസാനം എഡിറ്റ് ചെയ്യും. നീയൊക്കെ വന്ന് അതിന് ലവ് ഇടും. ഒരു സമയമുണ്ട്, ചന്ദ്രനെ ഓപിച്ചില്ലേ കർമ്മ. എടാ ആ പൊട്ടൻ്റെ കൂടെ എന്നിട്ട് അവൻ എന്താ വന്ന് കൊണ്ടടിച്ചേ? കൂടെ നിന്ന് നീ പട്ടിയെ പോലെ ആക്കുവാണല്ലേ എന്നെ. നിനക്കുള്ളത് ഞാൻ വച്ചിട്ടുണ്ട്. ജൂലിസ്റ്റേ വലിയ ദൂരം ഇല്ല കേട്ടാ, ഒരു വണ്ടി പിടിച്ചു വരേണ്ട ദൂരേ ഉള്ളൂ കേട്ടാ. ഓർത്താ മതി. നിനക്ക് ഞാൻ ആയിരുന്നു അറിയത്തില്ല കേട്ടാ. ഇതിപ്പം ഇതെന്തരാന്നറിയോ എല്ലാരും? ഇല്ല ജൂലി, ഇതൊക്കെ എന്നെ ഊക്കാൻ വേണ്ടി ഞാൻ വേണ്ടി നിന്ന് കൊടുക്കുന്ന. എനിക്കാണെങ്കിലേ തിരിച്ച് ഞാൻ ഒരു സമയമാകുമ്പോ ഞാൻ ഊക്കി തുടങ്ങും. അതെനിക്ക് കട്ട് ചെയ്ത് ഇതാണ്, മനസ്സിലായില്ലേ? കംബാക്ക് നിനക്ക് ഊക്കാനുള്ള കഴിവുണ്ടെങ്കിലല്ലേ അത് ഞാൻ അത് മനഃപൂർവ്വം കേൾക്കുന്നത്. മനസ്സിലായില്ലേ? അതെനിക്ക് ആദ്യം ഞാൻ ഇമോഷണൽ പാട്ടിട്ട് ഇവരെന്നെ ഊക്കുന്നത് ഇടും, അവസാനം ഞാൻ തിരിച്ചു ഊക്കുന്നത് ഞാൻ എടുത്തിടും. മനസ്സിലായി? കംബാക്ക്. ഓ 1 മില്യൺ ഒരു സിനിമയുടെ അത്ര ഉണ്ടാവും. ഇമോഷണൽ ബാക്ക് അല്ല, ഫ്രണ്ട് പൊടി ഇറങ്ങി. അത് തുടക്കം മാത്രമാണ് തിരിച്ചണ്ടില്ല. പക്ഷേ ഒരു കാര്യം പറഞ്ഞിട്ട് പറ്റിയത്, ഇത്ര 5 വർഷമായില്ലേ സിനിമ ഓടുന്നത്, തിരിച്ചൊന്നും കൊടുക്കുന്നത് കാണുന്നില്ല. ചിരിക്കല്ലേ. ഇവളാണെങ്കിൽ വേണമെങ്കിൽ ലാഫ് മറ്റേ ഇമോജി എടുത്തിടും, അല്ല ബീജം എടുത്തിടും. ഇത് ദേവക്കുട്ടിയല്ലേ? നമ്മൾ കുറച്ച് പേരുണ്ട് കേട്ടോ. ദേവക്കുട്ടി അത് നീ വഹിച്ചാ മതി. ഒറ്റക്കാലം ചിറ്റപ്പ നമ്മുടെ ജോൾസിനാ ഞാൻ ഒരു കുട്ടി യങ് ആൻഡ് ബ്യൂട്ടിഫുൾ അല്ലേ? ഈ കിളവിമാരോട് എന്തിനാ നടക്കണേ? അവർക്കൊരു കൂട്ട് വേണ്ടേ? ഈ ചാവങ്ങനത്തെ കാര്യം നീട്ടിക്കുന്നവരത് എന്തിനു കൂട്ടും? ഇങ്ങനെ ആവല്ലേ? നിങ്ങൾ ആ ഒരു മൈൻഡ് സെറ്റിലോട്ട് മാറും. മനസ്സിലായില്ലേ? ഇല്ലല്ല, ഞാൻ അധികം സംസാരിക്കുന്നില്ല. ഞാൻ സ്കൂളിന്റെ കാര്യത്തിൽ മാത്രമേ അധികം സംസാരിക്കാറുള്ളൂ. അത് മതി കേട്ടാ, എനിക്കിഷ്ടമല്ല ദേവക്കുട്ടി. എന്താ ഗോഗോ, എന്ത് ചെയ്യാനാ? പക്ഷെ ഇങ്ങനെ ഇമാരെന്നെ ഊക്കുന്നത് ഞാൻ എന്തെന്നോ, ഞാൻ മറ്റേ പൊട്ടനൊന്നും ആയതുകൊണ്ടല്ല ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത്. ഒരു സമയം കിട്ടുമ്പോ എനിക്ക് കംബാക്ക് അടിക്കാൻ പറ്റും. പണ്ടത്തെ വാറ്റെണ്ണം വന്നിട്ടുണ്ടെങ്കിൽ ഇതാ നമ്മള് തിരിച്ചിപ്പോ പറഞ്ഞു അവരുടെ അടുത്തൊക്കെ. അതറിയാലോ, അത് ഞാൻ ഇപ്പൊ ഞാൻ അഭിനയിക്കുന്ന, മനസ്സിലായ? യുവമാര് എന്നെ ഊക്കും. ഞാൻ എല്ലാം കേട്ടോണ്ടില്ല പാവത്തിനെ പോലെ ഇരിക്കും. മനസ്സിലായ? അപ്പൊ ഈ ആൾക്കാർ കാണുമ്പോൾ അവർക്ക് എന്നെ പാവം തോന്നിട്ട് അവരെല്ലാരും എന്നെ സപ്പോർട്ട് ചെയ്യും. മനസ്സിലായ? അങ്ങനെ സപ്പോർട്ട് ചെയ്ത് എനിക്ക് സ്ലോട്ട് കിട്ടും. സ്ലോട്ടിൽ കയറി കഴിഞ്ഞാൽ എന്റെ തനി സ്വഭാവം മാറും. സ്ലോട്ടിൽ കയറി കഴിഞ്ഞാൽ
അതുകൊണ്ട് ഞാൻ മറ്റേ നല്ലത് ചന്ദ്രന്റെ കൂടെ നിന്നാ ഉള്ള പ്രശ്നം ഞാൻ നിന്ന് നോക്കി, അവനെ കൊണ്ട് കഴിവില്ല. വേറെ ആരെങ്കിലും വിളിക്കേണ്ടി വരും. വാസു ആണെങ്കിൽ വരത്തൂല്ല, അല്ലെങ്കിൽ അവനെങ്കിലും ട്രൈ ആയിരുന്നു. എന്താ 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 ഇവിടെ ഉദ്ദേശിക്കുന്ന പ്രേമോ? അല്ലേ അല്ലേ നല്ല പ്രേമൊക്കെ കിട്ടിയപ്പോഴത്തേക്ക് തടുപ്പൊക്കെ വന്നപ്പോഴത്തേക്ക് പ്രേമം വന്നാ? അതെ, കുറച്ചെങ്കിലും ഞാൻ ഒന്ന് സമാധാനത്തോട് ഞാൻ അളിയാ ബാബു, ഞാൻ ഒരു സത്യം പറയട്ടാ, നിന്റെ സൗണ്ട് കേൾക്കുമ്പോ എനിക്ക് പ്രഷർ കയറുവാ. നീ ലെബനീസാ മറ്റേ? പ്രൈവസിയിൽ ഒരു സംസാരിക്കട്ടെ. ഏത് ലെബനീസാണ്? ഞാൻ ലെബനീസാ. ഞാൻ ഒരു കാര്യം പറയട്ടെ, എനിക്ക് പെണ്ണുങ്ങളോടാ താല്പര്യം, ഞാൻ ലെബനീസാ. ബോബിന് വേണ്ടി വർക്ക് ചെയ്യണം കേട്ടോ, ബോബിന് വേണ്ടി വർക്ക് ചെയ്യണം അണ്ണാ. അളിയാ ബോബിന് വേണ്ടി വർക്ക് ചെയ്യണം. നമ്മൾ ഇത്രയും പേര് ചെയ്യുന്ന ബോബിന് ഒരു ബാബു. point അപ്പൊ system ജോക്കി, കൊടുക്കണം. അപ്പൊ ജോക്കി ഏത്? അതൊക്കെ ജോക്കി നമുക്ക് നിൽക്കുന്നു. അതിന്റെ കൂടെ കയറിയിടാം. നമുക്ക് 2 വോട്ടുണ്ട്. ഒരു വോട്ട് എന്താണ് നീ പറയുന്നത്? വോട്ടുണ്ട്. അണ്ണാ അത് കേട്ടില്ലേ? അല്ലളിയാ, അപ്പൊ ജോക്കി കാലിന്റെ ഇടയിൽ കൂടെ ഇടാന്ന് ജെട്ടി. എന്തൊക്കെയാടാ പറയുന്നത്? അണ്ണ ഒന്നും പറയാൻ പറ്റില്ല. അണ്ണ ഇല്ലാത്തപ്പോഴും 4 എണ്ണം പറയാൻ നിർത്തിക്കൊള്ളണം. ഇല്ല എന്തായാലും അണ്ണ വരുമ്പോ പറയണ കേട്ടോണ്ടിരിക്കണം. നിന്നെ എന്തൊക്കെ പറഞ്ഞാലേ ഞാൻ ഈ സംഭവം പറഞ്ഞ ഇതെല്ലാം ആളെ ഇവിടെ നിന്നൊക്കെ കാണുവേ, അങ്ങനത്തെ ഒരാളാണ് നമ്മള്. അണ്ണാ ഇത് കേട്ടോക്ക്. എൻജോയ് എൻജോയ്. നീ എൻജോയ് അടിയാ, എൻജോയ് എൻജോയ്. അല്ലെങ്കിൽ എനിക്കിപ്പോ കോൾ വരും, അല്ലെങ്കിൽ എനിക്കിപ്പോ കോൾ വരും. നീ ഞാൻ വിളിച്ചിട്ട് എടുത്തില്ല, ആ കാരണം പറഞ്ഞ് ഞാൻ തിരിച്ചെടുക്കൂല. അല്ല അതല്ല ഞാൻ പറയട്ടെ, ബോബിനെ ആക്കാൻ നിക്കുകയാണെങ്കിൽ പക്ഷെ ജോക്കിക്ക് അത് വിഷമാവില്ലളിയാ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ബോബിനെ ആക്കിയാല് നമുക്ക് ചരിത്രനെ ഈസിയായിട്ട് ജയിപ്പിക്കാൻ പറ്റുള്ളൂ. മനസ്സിലായില്ല, പെട്ടെന്ന് പേര് മാറിപ്പോയി കേട്ടോ, കാരണം വെളിയിൽ കോൾ വന്നോണ്ടേ ഇരിക്കുന്നു. വിടാതെ വിളിക്കാണ്. ഓ വിടാതെ വിളിച്ചോണ്ടിരിക്കണ. ഇതിന്റെ പേരിൽ ഇനി അടുത്ത ദിവസം എന്താണ് വരുന്നതെന്ന് സ്റ്റീവിനോട് പറയോ ഡിഫറെന്റ്. ഹലോ ഹലോ, അയ്യോ ഞാൻ ഒന്നും കേട്ടില്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മളെ അണ്ണൂനെ പോലെ ഓരോ ഉള്ളവരാൽ സിറ്റിയിലില്ല. ഞാൻ ഈ പറഞ്ഞതൊക്കെ ആളെ കേൾക്കുന്ന ഒരു പേടി എനിക്ക് തന്നെ വന്നില്ലേ? അപ്പൊ തന്നെ ആളുടെ ഓട നമുക്ക് മനസ്സിലായില്ലേ? ഭയങ്കര ഓടമുള്ള മനുഷ്യനാണ്. ഓടയാ? ഓടായിരുന്നല്ലടാ, ഇതെന്തൊരു പറയുന്നത് അതിന്? എടാ സ്റ്റീവേ വന്നാണ്. എടാ നിന്റെ അടുത്ത പിള്ളേര് പറയുന്നത് റീകോയിൽ ഡിഫറൻസ് ഉണ്ടാവുന്ന ചെക്ക് ചെയ്യാം. എനിക്ക് ആരൊക്കെ വാട്സാപ്പ് മെസ്സേജ് അങ്ങനെ പീടി വരുമോ? ഒരു ചെറിയൊരു എന്ത് പറ്റി, എനിക്ക് അങ്ങ് വലുതായിരുന്നു ഫീൽ ചെയ്യണല്ല. അങ്ങനെ ചോദിച്ചു. ഇതല്ല ഇതൊക്കെ അല്ലല്ലേടാ ഇതാരി തൂക്കിക്കൊണ്ട്. ഹായ് കുട്ടി. അയ്യോ കുട്ടിയല്ലേ പട്ടിയായിരുന്നു. അയ്യോ സോറി. വണ്ടി ഉണ്ടോടാ? അല്ല ഇതൊക്കെ ക്യാരി അടി എല്ലാരും ക്യാരി അടി. ഇവനക്കാരാ? എന്റെ പുറത്തെ കാറിൽ ചാടി കേറിക്കോ. അടുക്കി കയറ്. പാടി കിട്ടിയാലേ എന്റെ ലുക്ക് വെച്ചൊരുത്തമാർ ബാബു 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 സരക്കിന്റെ അതേ മുഖച്ചായ, സരക്കിന്റെ അതേ മുഖച്ചായ ലവനി. ഇതേ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ലുക്കൊക്കെ കൊള്ളാവുന്നതുകൊണ്ട് എല്ലാരും ആ ലുക്കൊക്കെ മനസ്സിലായി കോപ്പി അടിക്കും. ഈ ഊബിയ ലുക്കൊക്കെ ആരെങ്കിലും കോപ്പി അടിക്കും. ഈ സ്റ്റോറി സിറ്റിയിൽ വേറെ ആർക്കും ഇല്ല, അതാണ് വേറെ. നമ്മള് വീണ്ടും അതിലോട്ട് പോകാം. ഇത് എപ്പോഴാണ് അടി കിട്ടുന്നതെന്ന് ഒരു പിടിയില്ല.
ഇതെങ്ങനെയാണ് വിളിക്കായിരുന്നേ? സത്യം അത് തോന്നുന്നു ഏയ്. $6800 പിങ് എനിക്ക്. ഇങ്ങനെ അളിയാ ഇങ്ങനെ ഓ 17 PL. അളിയാ ഇങ്ങനെ ബാബു നിങ്ങൾ കത്തിയാ 17 PL ഒക്കെ. എനിക്ക് 5 വീലേ ഉള്ളൂ. ആ അല്ല 17 വീല്. ചെറുക്ക് വണ്ടിക്കകത്ത് എനിക്ക് കേറിയോ? 16 പിങ് എത്ര? 17 22,000. 22,000 എനിക്ക് 200 ഉള്ളൂ. അണ്ണ T40 കയറിയാ? 22,000 പിങ്ങോ? എന്റെ അലീന ടേബിളിന് പച്ചത്തുണി ഉണ്ടെന്നാ അണ്ണൻ T40 കയറി അലീന കേട്ടോ. മിസ് ചെയ്തിട്ടോ ഇത് ഞാൻ എന്തൊരു ചെയ്യൂടാ. ഇവിടെ ചെറുക്ക് കത്തി. ആ നമ്മളൊക്കെ ടോപ്പ് പോയമാരാ നമ്മള് നിർത്തത്തില്ല. അത്രേ ഉള്ളൂ. ഓ ബാബു ഞാൻ കുറച്ച് പച്ചവെള്ളവും ഒരു കുറച്ച് നീലവെള്ളവും തന്നിട്ടുണ്ട്. ആ ഓക്കെടാ താങ്ക് യു മോനെ. പച്ചവെള്ളം ഹെൽത്തിനുള്ളത്, നീലവെള്ളം ആർമറിന്. എനിക്കറിയാം ഞാൻ ഹോജിയാണ്. വരും കൊണ്ടി ബാബു ബാബു ആ, ബൈ 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 ജൂലി. പോയി ചാവ് മിക്കവാറും ഗസറ്റി കൊടുത്ത് നാളെ പേര് മാറ്റിട്ട് വരും. അല്ല നമ്മളപ്പോ എങ്ങനെ പോവും? എന്തൊരളിയാ നിനക്ക് ഇറങ്ങണോ സ്റ്റീവൻ? നിന്നാക്കി തരണോ? എന്നെ ടൈമില്ല. മുടുക്കിലിറക്കി തരാം. ആ ബാബു കോളർ വീണ്ടും എടുത്തോ സരക്ക് വന്നിട്ട് പോവാം നമുക്ക്. പ്രീവാർ ടൈം ആയാ ഹലോ ഞാൻ ഒരു പ്രീവാറിന്റെ കാര്യം നോക്കായിരുന്നു. ഹലോ ചേച്ചിയുടെ പേരെന്താ? 10:30 10:30 അളിയാ ബാബു കൊണ്ടുപോയി ചേട്ടൻ. ഇനി ഇപ്പൊ സമയത്രായി നാട്ടിലെ സമയത്രായി കൊണ്ടുപോയി കാണും. ഓ എനിക്ക് തൃപ്തിയായി, ഞാൻ ഇറങ്ങുവാ. ബൈ. കിട്ടിയല്ലേ ബാബു ഇന്ന് അടിപൊട്ടും കാണാൻ വരുന്നെങ്കിൽ വന്നോട്ടാ. ആണോ? അത് കാണാൻ വരും. ആ ഓക്കെ 9:50 ഓക്കെ ഒരു ഇരട്ടപ്പെട്ട സുഖം കേട്ടാടാ പറ്റേ. അപ്പൊ നീ മാത്രം പറഞ്ഞ മാറ്റേ. ഇനി നീ ആരെ സപ്പോർട്ട് ചെയ്യുന്നത്? അല്ല ഇത് നമുക്ക് ഒറ്റയാളല്ലേ ഉള്ളു അണ്ണു. നമുക്ക് അണ്ണു മാത്രമല്ലേ ഇവിടെ മത്സരിക്കുന്നുള്ളൂ, വേറെ ആരും ഇല്ലല്ലോ. എല്ലാരും പിൻവലിക്കാൻ പറ, ക്യാൻസൽ ചെയ്യാൻ പറ. അത് പോട്ടെ, വണ്ടി ഇല്ലാതെ അങ്ങനെ പോകും. ഞാൻ ഇറങ്ങുവാ, എനിക്ക് നല്ല രീതിയിൽ തൊണ്ടവേന എടുക്കണം കേട്ടോ. തൊണ്ടവേനെ ഞാൻ ഒന്നും പറയുന്നില്ല അളിയാ. എനിക്ക് നിന്റെ അടുത്ത് കൊറേ ഊക്കാൻ വേണ്ടി കോമഡി ഒക്കെ ഞാൻ ഇട്ട് തരണേ. അളിയാ എനിക്ക് വരുന്നുണ്ട്, പക്ഷെ എനിക്ക് അങ്ങോട്ട് നീ ആണെന്ന് കാണുമ്പോ പറയാൻ പറ്റണില്ല. അങ്ങനെയൊന്നുമില്ല പറ്റേ, ആരായാലും പറയണം. ജൂലി ഇറങ്ങി റേഡിയോയില് പറയണത് അല്ല സരക്കണ്ണ വരണ്ടേ? ആ സരക്ക് വെച്ചോ. ദേവക്കുട്ടി. ഓ ബാബു ഇതാണ് ദേവക്കുട്ടി. ഓ എനിക്കറിയാൻ പറ്റേ. അതെ നമുക്കൊക്കെ അതെങ്ങനെ നിനക്ക്? അല്ല സരക്കണ്ടേ വരണ്ടേ? ഓ ശരിയാണ്. നമുക്ക് ഇവിടെ ഇത് കുറച്ചേരം ഇരിക്കാന്ന. ഇത് അണ്ണ പോയാ ഐസ് വിളിക്കാൻ വേണമെങ്കിൽ ഐസ് പാക്ക് എടുത്ത് നോക്ക്. ഐസ് പാക്ക് ഇവളൊക്കെ പോയി എല്ലാണാ പോയി വൃത്തിയട്ടവള്. ഒരു ചെറുക്കന്റെ ചന്തിയെ കുറിച്ചാണ് നീ പറയണത്. ബാബുസേൻ അത് പറഞ്ഞ ഒരു ചരക്കിന്റെ സന്ധ്യയെ കുറിച്ചാണ് പറയുന്നത്. ചരക്കിന്റെ അല്ല, ഒരു ചെറുക്കന്റെ ബാബുശ്ശേരി പണ്ടൊരു പ്രണയം ഉണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? ഇവിടെ ഒരു എ വെച്ച് പേരോട് അവളിവിടെ ഉണ്ട്. ഉണ്ടോ? അല്ലേ നമുക്ക് ഇരുന്ന് സംസാരിക്കാന്നേ. അത് ഡൗട്ടാണ്. സരക്കണ വരൂലേ? ഞാൻ കഷ്ടപ്പെട്ട ഒരു റിലേഷൻ ആയതാണ്ടാ. എന്റെ ഇല്ല വർക്കാവൂല. ആ പറയളിയാ, നിനക്ക് പ്രേമം ഉണ്ടായിരുന്നോ? എനിക്കൊരു 5 എണ്ണം ഉണ്ടായിരുന്നു മറ്റേ. അവസാനത്തിന്റെ മുന്നേറ്റമായിരുന്നു മറ്റേ ആര്യ. പക്ഷെ ഈ മുലലില്ലേ, ഈ മുലലിക്ക് ഭയങ്കര പ്രശ്നമാണ് മാറ്റിയെ. മുലലി സിംഗിളാണ്. മുലലിക്ക് ഞാൻ കഷ്ടപ്പെട്ട് എവിടെയെങ്കിലും ഒരു ഗേൾഫ്രണ്ട് സെറ്റ് ചെയ്ത് കൊടുക്കുവേ. പക്ഷെ മുലലിയുടെ ചില പ്രത്യേക കഴിവുകൾ കാരണം വേറെ ഒന്നും നടക്കാറില്ല. അതുകൊണ്ട് അവർ ഇട്ടിട്ട് പോകും. ഞാൻ ഓരോന്നൊന്ന് റെഡിയാക്കി വരുമ്പോഴത്തേക്ക്
പോടാ, കത്തിപ്പോയി. മുരളി എന്നെ കൊണ്ട് അങ്ങ് എനിക്ക് 5 ഭാര്യ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ടേപ്പ് ഉണ്ടാക്കൂടെ? സത്യല്ലേ ഇത്? ബാബുന്റെ ഭാര്യനെ അളിയാ. സംസാരിക്കായിരുന്നു ആര്യ. ബ- പണ്ടത്തെ ഭാര്യ? ആര്യ പഴയ ഭാര്യ. അതെ. നിന്റെ പഴയത് അല്ല ഇടയ്ക്ക് വെച്ച് വേറൊന്നും ഉണ്ടായിരുന്നല്ലേ, മറ്റേ എന്തൊരു അസുഖം വന്ന് മരിച്ചുപോയോ? അല്ല ഇന്നലെ ദേവക്കുട്ടി മറ്റേ ദേവക്കുട്ടിയുടെ ബോയ് ഫ്രണ്ടിനല്ലേ ഇന്നലെ പരിചയപ്പെടുത്തിയേ? എനിക്ക് ബോയ് ഫ്രണ്ട് ഒന്നുമില്ല. ഞാൻ ഇല്ലേ? ബോയ് ഫ്രണ്ട് ശരിക്കും പറയാലോ സംഭവം മനസ്സിലായി. ദേവക്കുട്ടി ദേവക്കുട്ടി എടുത്തൊരു താല്പര്യമൊക്കെ ഉണ്ട്. എന്തിനെത്തിരി അളിയാ വൃത്തിയോടല്ലേ? അങ്ങനെ താല്പര്യം ഉണ്ടെന്ന് അറിയുവാണെങ്കിൽ ദേവക്കുട്ടി ഈ തുണിയെ വച്ച് കയറി തൂയിക്കോട്ടാ. പക്ഷെ ഇപ്പൊ വേണമെങ്കിൽ ഒരു നല്ലൊരു ചാൻസ് ഉണ്ട്. ഇപ്പൊ ചാടിയ താഴെ തണുപ്പ്. ദേവക്കുട്ടി അല്ലാതെ വേറെ ആരുമായിട്ട് ബാബു സമ്മതിക്കൂല. ബാബു ഇത് ആവണി ആര്? ആവണി പോയി. ഗേൾഫ്രണ്ട് ആയിരുന്നു. ആവണിയായിരുന്നല്ലോ എന്റെ ലാസ്റ്റ് ഗേൾഫ്രണ്ട്. അവള് പോയി. അവളിന്നില്ല. അവനില്ല. എന്താ അതങ്ങനെ റിസൈൻ ചെയ്ത് പോയി. റിസൈൻ ചെയ്ത് പോയടാ. എടാ ഇവരൊക്കെ ഭയങ്കര താല്പര്യത്തോട് പ്രേമിക്കാൻ വരുമ്പോഴേ എന്നെ മുരളി വല്ല ലോഡ് എടുക്കാനും സ്റ്റോക്ക് എടുക്കാനെന്നും പറഞ്ഞ ആന്റിബാക്ടീരിയൽ സാധനം ഏൽപ്പിച്ച് എന്നെ എവിടെ നിന്ന് വിടുകൂടാ, നാട് വിടുകൂടാ. തിരിച്ചു വരുമ്പോഴത്തേക്ക് ഞാൻ ഏതെങ്കിലും പെണ്ണിന്റെ കൂടെ ഒളിച്ചോടി പോയതാണെന്ന് പറഞ്ഞ മുരളി എന്നെ കഥടിച്ചിറക്കി അവരെ ഡിപ്രഷൻ ആക്കി ഈ സിറ്റിയിൽ പറഞ്ഞു വിടും. കഴപ്പ് സത്യം പറഞ്ഞില്ല. പക്ഷേ ഗെയ്സൽ ഉണ്ടായിരുന്നെങ്കിൽ പാറ്റേ ഞാനും ഗെയ്സലും എന്റെ 3 മക്കളുമായിട്ട് ഇപ്പൊ ഇവിടെ സുഖമായിട്ട് ജീവിച്ചേനെ. എനിക്കത് ഓർമ്മയുണ്ട്. പക്ഷെ അത് ആഗ്രഹമായിരുന്നു 3 പേരെണ്ണ. ചന്ദ്രനെ പോലെ അല്ലല്ലോ. ചന്ദ്രനെ പോലെ അല്ല, വഴിയൊക്കെ കിട്ടുന്ന പിടിച്ചെടുത്തില്ലേ? പിന്നെ അത് ഇത് ഞാൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ചതേ ഉള്ളൂ. എടാ കഴിവിനനുസരിച്ചുള്ളതല്ലടാ അവർക്ക് ചെയ്യാൻ പറ്റൂ. ചന്ദ്രൻ ഇപ്പോഴും വിശ്വസിക്കുന്ന ഉമ്മ വെച്ചാൽ പ്രഗ്നന്റ് ആവുന്ന. നീ അങ്ങനെ തന്നെയായിരുന്നു വിചാരിച്ചത് ഇത്ര നാള്. സോറി നമ്മള് ഊക്കിയത് വെച്ചിട്ടാണ് ജോലി പോയത്. അല്ലല്ല അവള് കുറച്ച് അളിയാ അങ്ങനെ ഒന്നും തിരിക്കണ്ട. അളിയാ കൊടുക്കണം, ഇനിയും കൊടുക്കണം. അല്ല ജൂലിക്ക് വാറ്റിനെ വെട്ടി എന്തോ റീലുണ്ടാക്കി തോന്നേട്ടാ. ഓ ടൈറ്റിൽ പൂണ്ടിരാജ എന്നായിരുന്നു. കൊടുക്കണം അളിയാ. എന്നിട്ട് അളിയാ അതല്ല സരക്കെ, എന്നിട്ട് ഇൻവൈറ്റഡ് ടു കൊളാബ്. എനിക്കുണ്ടായിരുന്നു. പക്ഷേ ജൂലി എന്ന് പറഞ്ഞ അവരെ സത്യമല്ലേ എന്റേത് അവിടെ ഇരുന്ന് മുക്കുന്നടിയാ. എന്റേത് അവിടെ കിടന്ന് മുക്കണം. സ്വയം കൊടുത്തിട്ട് അതാണ്. കുറച്ച് കഴിയുമ്പത്തേക്കും ആൾക്കാർ തിരിച്ചറിയാ. അളിയാ ഇതൊക്കെ എന്റെ അഭിനയല്ലേ അളിയാ? സത്യം അളിയാ, ഒരാളെ ചിരിപ്പിക്കുക എന്ന് പറയുന്നത് അത്ര വലിയ ഒരു ചെറിയ കാര്യമാണ്, വലിയ കാര്യമല്ലേ. പക്ഷേ ഇപ്പൊ എന്ത് കോമാളിത്തരം കാണിച്ചിട്ടാണെങ്കിലും സരക്കെ ഞാൻ പറഞ്ഞുതരാം. സരക്കെ ഇങ്ങനെ എന്റെ ട്രിക്ക് എന്തിരുന്നറിയോ? ഞാൻ ഇതേപോലെ പാവത്താനെ പോലെ ഇങ്ങനെ എല്ലാരും പറയുന്നതാക്കും, മനസ്സിലായാ? ഇനി വാസു വരുമ്പോ വാസുവിനും എന്നെ എടുത്തിട്ട് ആട്ടമുള്ളത് ഞാൻ നിന്ന് കൊടുക്കും. അങ്ങനെ വാസുവിനും എല്ലാരും പറയും വാറ്റണ്ണനെ ഇങ്ങനെ പറഞ്ഞു ആവെന്നൊക്കെ പറഞ്ഞ് എന്നെ സ്ലോട്ടി കയറ്റുമ്പോ എന്റെ തനി സ്വഭാവം മാറും. അപ്പൊ ഞാനാണെങ്കി ഇടും ഒരു റീല്. ഇമോഷണല് എല്ലാരും എന്നെ ഊക്കുന്നതൊക്കെ ആദ്യം ഇട്ടിട്ടെ തിരിച്ച് ഞാൻ ഊക്കുന്നത് അടുത്തത്. അതെ അതാണ് എന്റെ ഐഡിയ. നിങ്ങൾ ആഗ്രഹിച്ചിരുന്നില്ലേ ഈ കംബാക്ക് മൊമെന്റ്? ആ ഒരു ഡയലോഗ് ഉണ്ടല്ലോ സിനിമയിലെ. അപ്പം നീ പറയണം മിഡിൽ ക്ലാസ് ആയതിനായിട്ട് ഒറ്റയ്ക്കായിട്ട് വഴിവെട്ടി വരാനായിട്ട് ഒരു സമയം എടുക്കുമല്ലോ എന്നുള്ള. അപ്പൊ അന്ന് വൈകിട്ട് പക്ഷെ നീ ഡിസ്കോഡ് നോക്കല്ലേ മുരളി നിന്നെ ഗ്യാങ്ങിൽ നിറക്കി വിട്ടതായിട്ടേ? അത് നോക്കാതിരുന്നാൽ മതി. അതൊരു ഓക്കെയാണ്. റീൽ ഇടുന്ന രാവിലെ ഓക്കെയാണ്. രാവിലെ വൈകിട്ട് ഒരു ഓക്കെ ആയിരിക്കും. വൈകിട്ട് ശേഷം നീ നോക്കരുത് അണ്ണാ. എനിക്കാണ് ഒന്ന് നമുക്ക് എന്നെ ഗ്യാങ് ഹൗസിൽ ഒന്ന് അവിടെ കൊണ്ട് വിട്ടിട്ട് അണ്ണാ. എനിക്ക് ചന്ദനെ കണ്ട് ആശ്വസിപ്പിക്കണം അണ്ണാ. നമ്മൾ ഇത് പറഞ്ഞതിന്റെ പേരിൽ അവൻ TDM കയറി അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും അടികൊണ്ട് പൊടിച്ച്. നടക്കാത്ത സ്വപ്നം. നീയൊക്കെ നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ടല്ലോ നീയൊക്കെ.
നീയൊക്കെ എന്നെ കാണുന്നത് എന്നെ സപ്പോർട്ട് ചെയ്യാനാ, എന്റെ ഊക്ക് കണ്ട് ചിരിക്കാനാ നീയൊക്കെ. ഞാൻ എല്ലാം എല്ലാത്തിനെയും ഇതെല്ലാം ഞാനേ ഈ മേളിൽ ഇവിടെ കണ്ട, ഈ മേളിൽ കണ്ട നിന്റെയൊക്കെ ചാറ്റ് കിടന്ന് ഓടുന്നത് വെട്ടും ഞാൻ നിന്നെയൊക്കെ എല്ലാത്തിനും ഞാൻ വെട്ടും. പേരെടുത്ത് ഞാൻ വെട്ടും, മനസ്സിലായോ? അതിന് വേണ്ടിയാണ് ഞാൻ ഇതിട്ടത്. അടിയാ നീ എടുത്തു കിളവിയൊക്കെ എന്റെ മണ്ടയ്ക്കൊന്നും ഇരിക്കുന്നു. അണ്ണാ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം മറന്നുകൊണ്ടാ. നമുക്ക് എങ്ങനെങ്കിലും ഇത്തവണ അണ്ണൂനെ മേയറായിട്ട് സെറ്റ് ആക്കണം കേട്ടോ. പാർട്ടിക്ക് രൂപീകരിക്കണം. ചന്ദ്രന്റെ ലൈവിൽ നിന്ന് വന്നതാണ് വെട്ടാറെന്നാ. അണ്ണാ ഞാൻ നേരത്തെ പറഞ്ഞ മറക്കല്ലേ, നമുക്ക് എങ്ങനെയും പാർട്ടി വെട്ടിട്ട് എനിക്ക് അയച്ചേരോടാ, എനിക്ക് അയച്ചേരോ. ഞാൻ ഇടാടാ ഫുൾ സപ്പോർട്ട് ജോക്കിക്ക് തന്നെ. അളിയാ മനസ്സ് സരക്കേ, നീ മനസ്സ് മാറി കണ്ടില്ലേ പെട്ടെന്ന് തന്നെ. അത് മനസ്സിലായി. അങ്ങനെ പറഞ്ഞ ഇത് കാണുന്നോണ്ടെന്ന് എനിക്കറിയാലോ. അല്ല അണ്ണൂന് അത്ര കേപ്പബിൾ ആയിട്ടുള്ള ഒരു ഇവിടെ പൊട്ടി മുളച്ചത്. അത് പറഞ്ഞു തോന്നതാ. നമ്മളെ പിള്ളേരാ. അയ്യോ എന്നെ ഇവിടെ ഇറങ്ങിയാ മതി. ഫുൾ സപ്പോർട്ട് വിത്ത് പ്ലഷർ. എന്നെ സൈഡിൽ ഇറങ്ങിയോ? എവിടെ ഇറങ്ങാം? ഇപ്പോഴും അറ്റാച്ച്മെന്റ് ഉണ്ടല്ലേ ഒരു ഹായ് പറഞ്ഞിട്ട് വന്നാലേ. ഓ അണ്ണൻ കേറിടുവാ. ഒരു ചരിവൊന്നും ഉറങ്ങിയല്ലിയാ. അയ്യോ താങ്കൂടാ. ഇത് കഴിഞ്ഞിട്ട് നൈസായിട്ട് ഇപ്പം അടുത്ത അറിയാവോ? ഇപ്പം മറ്റേ ചോദിക്കും കേട്ടാ കാറിലൊരു നമ്പർ. അളിയാ നീ അങ്ങനെ പറയല്ലേ അളിയാ. വിഷമോ മിണ്ടാരി. ട്രിപ്പിൾ 5 ആരെ നമ്പർ അണ്ണാ? ഹലോ ബോബേ ഇങ്ങനാണ് നീ സ്ലോട്ടിലോട്ടാ. ഊബർ ഡ്രൈവറിന്റെ വേഷത്തില് SRK പിക്കാൻ വേണ്ടി ഗ്യാങ് ഹൗസിനകത്ത് ആണാ? ടെൻഷനായില്ലേ? ടെൻഷനായി പോയി ഞങ്ങ. നമുക്ക് ഒരുമിച്ച് കേറാം. കുറച്ച് ആൾക്കാരെ എടുത്ത് കളയും. കണ്ണാപ്പിനെ എടുത്ത് കളയും. മോനെ എല്ലാത്തിനും നല്ലത് വരുത്തണം, മനസ്സിലായില്ലേ? അടിച്ച് കയറ്റിക്കോണം, മനസ്സിലായില്ലേ? എന്റെ ഫുൾ സപ്പോർട്ട് വേണം. ചിരിക്കണം. ചിരിക്കണം നീ. അതല്ല ഫൗണ്ടറിനെ അടിക്കണം എന്നൊക്കെ പറയണത്. ഇന്ന് ഞാൻ അറിഞ്ഞത് ഒരു കില്ല് എടുത്തില്ലെങ്കിൽ സ്ലോട്ടിന്റെ വെളിയിൽ നിന്നാണ് ഞാൻ കേട്ടത്. കോമ്പറ്റീഷൻ നിന്റെ അടുത്ത് ആരാ ആദ്യം പറഞ്ഞത്? അണ്ണാ വേറെ കേസ് അണ്ണാ. ഞാൻ പറയട്ടെ, അവരെ ഇത്ര 3-4 വർഷം കാത്തിരുന്ന് കയറിയവരാണ്. അവരെ എന്നുകൂടി റിക്രൂട്ട്മെന്റ് നടക്കുമ്പോ മലയുടെ മേളിൽ നിന്ന് ഫോട്ടോ ഇട്ടോണ്ടിരുന്ന പയ്യനാണ്. അവരെയൊക്കെ ഇനി പോയി ചോദിച്ചിട്ട് എന്റെ സ്ലോട്ട് അല്ലല്ലേ? ഞാൻ വാസുവിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് കില്ലെടുക്കാത്തവരൊക്കെ എടുത്ത് കളയാം. എന്തല്ലേ ഗ്യാങ്ങിൽ കയറാൻ വേണ്ടി മാത്രം GTA സിനിമാറ്റിക്സ് എഡിറ്റിംഗ് പഠിച്ചവനാണ് ഇവൻ. വീഡിയോ ചെയ്യാൻ വേണ്ടി മാത്രം. അങ്ങനൊന്നുമില്ല. എനിക്കൊന്നും പഠിക്കാൻ പറ്റില്ല. വീഡിയോ ഇങ്ങനെ തല കുനിച്ച് വെച്ചിട്ട് ഇവിടെ ഓരോ റിക്രൂട്ട്മെന്റ് തല കുനിച്ച് വെച്ചിട്ട് ഗ്യാങ്ങിന്റെ ഫ്രണ്ട് കൂടെ നടക്കുന്ന റീല്. എന്താ പരിപാടി? ബാബു ഞാൻ ശ്രദ്ധിച്ച നീ പറഞ്ഞോണ്ടിരുന്നപ്പം സരക്കങ്ങ് അത് മൈൻഡ് ചെയ്ത് വിട്ടത്. ഇപ്പൊ നീ കേട്ടില്ല? നിനക്ക് ലാഗ് അടിച്ചാ? പിയല്ല നീ അങ്ങനെ വിശ്വസിച്ചിരുന്ന അളിയാ നിനക്കും തരും പണി.
എനിക്കേടാ എന്റെ അണ്ണൻ തന്നു കഴിഞ്ഞാൽ എനിക്ക് ഓക്കെയാണ്, നീ തന്നാലും എനിക്ക് ഓക്കെയാണ് പടി. പക്ഷെ അങ്ങനല്ലല്ലോ, ഞാൻ പറയുമ്പോ നീ അപ്പൊ തിരിച്ചു പറയുമല്ലേ പട്ടി. മോശമാണ്. അത് അണ്ണൻ പറയുമ്പോ തിരിച്ചു പറയില്ല, പക്ഷെ നീ പറയുമ്പോ പറയും. അതാണ് വ്യത്യാസം. എനിക്കും അത് താ. പറഞ്ഞില്ലല്ലോ. ശരിയാക്കാം ശരിയാക്കാം. നീ അല്ല എനിക്ക് കുറച്ച് കോച്ചിങ് വേണം ഒളിയാ. വെളിയിലെ ക്ലാസ്സിൽ ഞാൻ അങ്ങോട്ട് മുതുക്കിലോട്ട് മനസ്സിലാക്കാം. ഈ ചെറുക്ക ജാവത്തില്ലേ 24 മണിക്കൂർ തന്നെ ഇതോ വന്നിട്ട് വണ്ടി കൊണ്ട് അണ്ണ ആരെയോ കൊണ്ട് മനപ്പൂർവ്വം ഇടിച്ച് പൂത്താൻ നോക്കിയവൻ. സത്യം മോനെ നിന്റെ തല എത്തുന്ന സ്ഥലം അത്ര നല്ലതല്ല, നീ എനിക്ക് ആശീർവദിച്ചിരിക്കുന്നു പോലെയല്ല, നീ ഗുണം പിടിക്കും. ഓക്കെ, പിന്നെ വേറെ ദിവസം നിന്റെ സമയം ശരിയാവണമെങ്കിൽ നിന്റെ അച്ഛനെ നീ എടാ പോടാന്ന് വിളിച്ചു തുടങ്ങുന്ന നിന്റെ സമയം ശരിയായി കൊടുക്കണം. വിളിക്കല്ലേ, നല്ലതല്ല. അല്ല, അത് എന്ന് നിന്റെ അച്ഛനല്ല നീ മനസ്സിലാക്കുന്നു അന്ന് നീ രക്ഷപ്പെടും. അപ്പൊ നീ അവനെ പോലെ പട്ടായി. അതത്രേ ഉള്ളൂ. അച്ഛന് മോനുണ്ടായ കഥയാണ് നമുക്ക് വിശ്വസിക്കാൻ. നിന്റെ അല്ല അപ്പൊ വന്നതേ വലിയ പുണ്യം. പിന്നെ അതിന് ശേഷമുള്ള കാര്യങ്ങൾ സംസാരിക്കേണ്ടത് നമുക്ക്. അച്ഛൻ ഉമ്മ മാത്രം ചെയ്തോളൂ. ഇവരിപ്പോഴും ഇതിൽ തന്നെ നിൽക്കുകയാണല്ലോ. സൂര്യബോസ് നന്നായി വരട്ടെ. ഓക്കെ, അപ്പൊ മലയാളം അളിയാ എന്തായാലും നീ വാറൊന്നും കളിക്കാനൊന്നും നിനക്ക് പറ്റത്തില്ലേ, നീ വെക്കാൻ പോകുന്നല്ലേ ഉള്ളൂ. അതാണ് കുറച്ചുകൂടെ നല്ലത്, മനസ്സിലായില്ലേ? പക്ഷെ നിനക്ക് മനസ്സിലാക്കാം കേട്ടോ, നീ സ്ലോട്ട് ഇല്ലാത്തോണ്ടല്ലേ സ്പെക്ക് ചെയ്തത്. പണ്ട് ഞാൻ സ്ലോട്ട് ഇട്ടിട്ട് ഇരുന്നോണ്ട് കൊറേ സ്പെക്ക് ചെയ്തിട്ടുണ്ട്. എന്റെ അവസ്ഥ അതായിരിക്കും. ഇങ്ങനെ വേണേ മറ്റേ ഇതുപോലെ എന്നെ ഊക്കാനേ ഉള്ളു, ഈസിയില്ലേടാ. നീ പക്ഷെ തിരിച്ചു പറയും പട്ടി. കഴിവില്ലാത്തവരെ വരെ സ്ലോട്ടി കയറ്റി, അതിന് എന്നിട്ട് എന്നെ എന്ത് കയറ്റാത്ത? അതാര് ചന്ദ്രനെയോ? അല്ല, പണ്ട് നിന്റെ കാര്യം ഞാൻ പറഞ്ഞത്, നിന്നെ നോക്കിയതാ, മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ എനിക്ക് നിന്നെ കയറ്റിയല്ലോ, ത്യാഗിയാക്കിയില്ലേ അവിടെ. അല്ല, ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ചെയ്ത്, നീയല്ലേ പറഞ്ഞ ചെയ്ത് നോക്കാൻ. അയ്യോ അളിയാ, നീ ഇറങ്ങണോ? ഞാൻ ഒന്ന് എല്ലാവർക്കും പോയി ഒന്ന് എന്റെ ഇത് കൊടുത്തിട്ട് ഓൾ ദ ബെസ്റ്റ്. ഞാൻ പയ്യ മുതുകിലോട്ട് ഓട്ടം. ഇവിടെ അടിയായിരുന്നു. മക്കളെ പൊളിച്ചടുക്കടാ. കുറച്ച് പ്രോ ടിപ്സ് ഒക്കെ പറഞ്ഞ വാറിന് മുമ്പേ ഒന്നുമില്ല, തല മാക്സിമം ചെയ്യാൻ പറ്റുന്ന ഒരു C4 വെക്കുക സ്വന്തം ഗ്യാങ്ങിന് വേണ്ടിട്ട്. ബാബു അല്ലെ പ്രാക്ടീസ് ഇത് കണ്ടു പഠിക്കാൻ. നീ അത് പണ്ടത്തെ കാര്യം എടുത്ത് ഇട്ടതാണ്. അല്ലെ ചന്ദ്രു ബാബു ചായം വന്നൊരു വാറ്റിന്റെ ചോദിക്കാം വാറിനുള്ള പ്രോ ടിപ്സ്. സ്വന്തം ഗ്യാങ്ങിനെ C4 വെച്ച് കൊന്നിട്ടുണ്ട് സക്കീർ ഭായി. എനിക്ക് അതല്ല ഓർമ്മ പറഞ്ഞ ബാബു. ഒരു തന്തെങ്കിലും വേണം. ബാബു എനിക്ക് ഓർമ്മ പറഞ്ഞ എന്തോ ടർഫിന് പ്ലാനും വിളിച്ച് ഓടിപ്പോയി മറ്റേ മണ്ടേന്ന് തലയടിച്ച് വീണ് ചത്ത ഓർമ്മ. പണ്ട് വാറ്റും അപ്പാപ്പനും തമ്മിൽ ഏറ്റവും ഉയരത്തിൽ താഴെ വീണ് ചാവണ മത്സരം ഉണ്ടായിരുന്നടാ. അത് ഗോകു 10 അടിയിൽ ചാടുമ്പോ അപ്പൻ 12 അടിയിൽ ഗോകു 20 അടിയിൽ ചാടും. ഞാനൊരു കുറച്ചേരെ കൊല്ലാന്നൊക്കെ പറഞ്ഞ് കേറി വരാണ് ഇങ്ങനെ. ഞാൻ വിചാരിച്ചു ഇന്നൊരു 4 പിക്കൽ എടുക്കുന്നേക്കും ആളിയാ ഒരുത്തര തല കണ്ടത് ഒരു പൊട്ടിത്തെറി. പിന്നെ എനിക്കത് ഓർമ്മയില്ല. താഴോട്ട് ഇവന്റെ ജഡം നിന്നെ പറ്റി പറയാനാണെങ്കിൽ
അളിയ ഒരു 8 വർഷം മുന്നേ തൊട്ടുള്ള പറയാനുണ്ട് എനിക്ക്. ബാബു എടാ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. അപ്പൊ ആസ് യൂഷ്വൽ ഞങ്ങൾ എല്ലാ തവണത്തെ പോലെ വെളിയിൽ നിന്ന് കളി കണ്ടോളാം. ബൈ. ഈശ്വരാ, ബാബു തൽസോടാ പോണണേ, ചന്ദ്രനെ എടുത്തിട്ട് പോണണേ. വെടിവെച്ച് കൊന്നു. ഏയ് ചന്ദ്രനെ മാത്രം ചന്ദ്രൻ